രാജ്യത്തെ എയർ കണ്ടീഷനുകളുടെ താപനിലയ്ക്ക് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ചൂട് എത്ര ഉയർന്നാലും AC-യുടെ താപനില 20 ഡിഗ്രി സെൽഷ്യസിന് താഴേക്കാക്കാൻ പറ്റില്ല. 28 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാക്കാനും കഴിയില്ല. വൈദ്യുതി ലാഭിക്കുക, അതുപോലെ ഇന്ത്യയുടെ കൂടി വരുന്ന ഊർജ്ജ ആവശ്യം നിറവേറ്റുക, ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. AC നിലവിൽ ഉപയോഗിക്കുന്ന ആളുകളും ഇനി വാങ്ങി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. അതായത് രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഈ AC ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള നിയമം പാസ്സാക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് അത് സംബന്ധിച്ച വാർത്ത ഒന്ന് കണ്ടതിന് ശേഷം ഈ AC ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ നിയമം മുഖാന്തരം എന്ത് ദോഷമാണ് ഉണ്ടാകാൻ പോകുന്നത്, ഇനി AC പുതിയതായിട്ട് വാങ്ങി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇതൊക്കെ തന്നെ കനത്ത ചൂടാണ്. 47 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ തന്നെ ഡൽഹിയിൽ ചൂടെത്തിരിക്കുന്ന സാഹചര്യമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ചൂടിൻ്റെ ഒരു കാഠിന്യമൊക്കെ തന്നെ അറിയാൻ പറ്റും. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടക്കുന്നത്. പ്രധാനമായി കേന്ദ്ര ഊർജ്ജ മന്ത്രി മനോഹർ ലാൽ ഖട്ടർ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു കരട് രീതി ഉണ്ടാക്കുക, അല്ലെങ്കിൽ കരട് ഫ്രെയിംവർക്ക് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ 20 ഡിഗ്രി മുതൽ 28 ഡിഗ്രി വരെ മാത്രം ഈ AC-യുടെ കുറഞ്ഞ താപനിലയും കൂടിയ താപനിലയും സംബന്ധിച്ചൊരു ക്യാപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് ഈ AC നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന സർക്കാരുകളുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് ഈ ഒരു നടപടി അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുള്ള കാര്യമാണ് ഏതായാലും ഇപ്പോൾ കേന്ദ്ര ഊർജ്ജ മന്ത്രി കൂടിയായ മനോഹർ ലാൽ ഖട്ടർ വ്യക്തമാക്കി. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നിയമം രാജ്യത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പൊ ആ പഠനം പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. അതായത് 1 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമ്മുടെ ഈ AC-യുടെ ഈ താപനില ഉയർത്തിക്കഴിഞ്ഞാൽ ഏകദേശം 6% വൈദ്യുതിയിൽ ലാഭം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ കാര്യം പിടികിട്ടും. അതായത് രാജ്യത്ത് ചൂട് വരുന്ന സമയത്ത് ഈ AC ഉപയോഗം നടത്തുന്ന എല്ലാ ആളുകളും ഓരോ ഡിഗ്രി സെൽഷ്യസ് കൂട്ടിയിട്ട് AC ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര ശതമാനത്തോളം വൈദ്യുതിയിൽ ലാഭം ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മളൊന്ന് കണക്കുകൂട്ടി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ AC 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ 16-ലും 17-ലും 18-ലും ഒക്കെ ഇട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന AC-യിൽ ഈ 16-ഉം 17-ഉം ഒക്കെ ഈ തണുപ്പുണ്ട്. അത്തരത്തിലുള്ള തണുപ്പിൽ കിടക്കുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇത്തരമുള്ള AC-കൾ, അതായത് ഈ പഴയ വാങ്ങി വെച്ചിരിക്കുന്ന AC-കൾ ഇപ്പോൾ ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു വലിയൊരു ചോദ്യം ഇപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഈ AC നിർമ്മാതാക്കൾക്ക് ഈ കേന്ദ്രം ഒരു നിർദ്ദേശം നൽകും. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു AC വാങ്ങുന്ന സമയത്ത് അതിനകത്തിൽ 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ കാണത്തുള്ളൂ. ആ ഒരു പോയിന്റിൽ മാത്രം വെച്ച് മാത്രമേ നമുക്ക് AC ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. എന്നാൽ ഇത്രയും പഴയ AC-കളുണ്ടല്ലോ, അത് കോടിക്കണക്കിന് ആളുകൾ അത്തരം AC-കൾ ഉപയോഗിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേന്ദ്രം ഇതുവരെയും ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകിയിട്ടില്ല. കേന്ദ്രം ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഊർജ്ജ സംരക്ഷണമാണ്. അതായത് വൈദ്യുതി ലാഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിനോടൊപ്പം ഈ പവർ ഗ്രിഡിന്റെ ഒരു ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഈ ചൂട് സമയമാകുന്ന സമയത്ത് AC ഒക്കെ ധാരാളമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പവർ ഗ്രിഡിന് ഈ ലോഡുകളെല്ലാം കൂടെ താങ്ങാൻ വേണ്ടി സാധിക്കത്തില്ല. അങ്ങനെ ഈ പവർ ഗ്രിഡുകളിൽ വലിയ രീതിയിലുള്ള മെയിൻ്റനൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഉണക്ക സമയങ്ങളിൽ ഈ പവർ ഗ്രിഡിൽ ഉണ്ടാവുന്ന മെയിൻ്റനൻസ് കാരണം ഈ വൈദ്യുതി ബോർഡുകൾക്ക് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാവുന്നുണ്ട്, മെയിൻ്റനൻസ് നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ലഘൂകരിക്കുക എന്നുള്ളൊരു ഉദ്ദേശവും ഇതിനകത്തുണ്ട്. എന്തായാലും ഈ ഒരു നിയമം കേന്ദ്ര സർക്കാർ നിലവിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ AC നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം ലഭിക്കുകയും അവർ 20 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന AC-കൾ വിപണിയിൽ എത്തിക്കുകയും ചെയ്യും. അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യും. എന്നാൽ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ വാങ്ങി ഉപയോഗിക്കുന്ന പഴയ AC-കൾ അത് റിപ്പയർ ചെയ്തൊക്കെ എടുക്കുകയാണ്. അതിനകത്തിൽ മാറ്റം വരുത്തണം എന്ന് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനികൾ അതിനാവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സുകൾ ഇറക്കും. അത് വാങ്ങി നമ്മൾ എക്സ്ട്രാ പണം കൊടുത്ത് ചിലപ്പോൾ വെക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇങ്ങനൊരു നിയമം കേന്ദ്ര സർക്കാർ പാസ്സാക്കുന്ന സമയത്ത് മനുഷ്യന്റെ ആരോഗ്യത്തിനും അത് ഗുണം ചെയ്യും. അതായത് ഈ കുറഞ്ഞ ഡിഗ്രിയിലിട്ട് ഈ തണുപ്പിൽ കിടക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം ഈ മെഡിക്കൽ രംഗത്ത് നിൽക്കുന്ന ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ അതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് 16-ലും 17-ലും 18-ലും ഒക്കെ ഇട്ട് നല്ല തണുപ്പോട് കൂടി കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് പലവിധമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്.
അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മനുഷ്യന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഈ നിയമം മുഖാന്തരം കഴിയുമെന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു നിയമത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.